എനിവേ റൊണാൾഡോ ടു റിയൽ മാഡ്രിഡ്, റൊണാൾഡോ ടു ചെൽസി, റൊണാൾഡോ ടു ഇന്റർ മിലാൻ. റൊണാൾഡോന്റെ ട്രാൻസ്ഫർ റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റൊണാൾഡോ എപ്പോൾ ഏത് ക്ലബിലേക്ക് പോകുന്ന ഒരു പിടുത്തമില്ല. കാരണം 2025 ജൂൺ 30 റൊണാൾഡോയും അൽ നാസറും തമ്മിലുള്ള കരാർ അവസാനിക്കുകയാണ്. അദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് ആകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ക്ലബിലേക്ക് സൈൻ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമയത്താണ് ഇതുപോലത്തെ റൂമർ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റൂമർ അങ്ങനെ പ്രചരിക്കാനുള്ള കാരണം എന്താണ്? റൂമർ പ്രചരിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. റൊണാൾഡോ റിയൽ മാഡ്രിഡിലേക്കാണെങ്കിലും ചെൽസിയിലേക്കാണെങ്കിലും ഇന്റർ മിലാനിലേക്കാണെങ്കിലും ഒരു മാസത്തിന് മാത്രമാണ് സൈൻ ചെയ്യപ്പെടുന്നത്. എന്തിനു വേണ്ടി? ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2025 കളിക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് റൂമറുകൾ പ്രചരിക്കുന്നത്. ഇത് സത്യമാണോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2025 അടിക്കാൻ റിയൽ മാഡ്രിഡിനെ അല്ലെങ്കിൽ ചെൽസിക്ക് ഇന്റർ മിലാനിലേക്ക് റൊണാൾഡോയെ സൈൻ ചെയ്തിട്ട് വേണോ ക്ലബ് വേൾഡ് കപ്പ് അടിക്കാൻ? ഒരിക്കലില്ല. നോവേ. റൊണാൾഡോ ഇല്ലെങ്കിലും മികച്ച സ്ക്വാഡാണ്, മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. ഇല്ലെങ്കിലും ക്ലബ് വേൾഡ് കപ്പ് അടിക്കാൻ ഇന്റർ മിലാൻക്കും ചെൽസിക്കും റിയൽ മാഡ്രിഡിനും പറ്റും. ദെൻ വൈ? എന്തുകൊണ്ടാണ് ഇങ്ങനെ റൂമറുകൾ പ്രചരിക്കുന്നത്? അതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2025 ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2029 റൊണാൾഡോക്കാണെങ്കിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള ആഗ്രഹം ഒരുപാട് ഉണ്ടാകും. കാരണം ഇനി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഒരിക്കലും അറിയാത്തൊരു കാര്യമാണ്. മിക്കവാറും മോസ്റ്റ്ലി ചാൻസുകൾ വളരെ കുറവാണ്. സോ ഈ ഒരു വർഷം കളിക്കാൻ പറ്റിയാൽ പറ്റി. അത് കളിക്കണമെങ്കിൽ ഇതിൽപ്പെട്ട ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ റൊണാൾഡോക്ക് അത് കളിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സമയത്താണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ മാത്രമായി ഇറക്കിയ ഒരു ട്രാൻസ്ഫർ വിൻഡോ, എക്സ്ട്രാ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞ സംഭവം. ജൂൺ 1 മുതൽ 10 വരെയാണ് അതിന്റെ ടൈം പീരീഡ്. ഈ ഒരു സമയത്ത് ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാം, ചിലപ്പോൾ കോൺട്രാക്ട് പുതുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. ഈ ഒരു റൂൾ ഫിഫ കൊണ്ടുവരാനുള്ള ഏക കാരണം ചില പ്ലേയേഴ്സ് ഈ ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഔട്ട് ഓഫ് കോൺട്രാക്റ്റിലായിരിക്കാം. ജൂൺ 30 കരാർ അവസാനിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ കളി നടക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് കോൺട്രാക്റ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫിഫ ഈ ഒരു റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്ട്രാ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞ റൂളും ഈ ഒരു ടൈം പീരീഡും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു എക്സ്ട്രാ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ജൂൺ 1 മുതൽ ജൂൺ 10 വരെയുള്ള സമയങ്ങളിൽ റൊണാൾഡോ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് ചാടാനുള്ള അല്ലെങ്കിൽ സൈൻ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽപ്പെട്ട ക്ലബുകൾ എടുത്തുകൊണ്ട് റിയൽ മാഡ്രിഡ്, ചെൽസി, ഇന്റർ മിലാൻ എന്നൊക്കെ പറഞ്ഞുള്ള റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സമയത്ത് റൊണാൾഡോ മറ്റൊരു ക്ലബിലേക്ക് ചേക്കാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം റൊണാൾഡോക്കാണെങ്കിൽ ഈ ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം, 2025 ഫിഫ വേൾഡ് കപ്പ് കളിക്കണം. അദ്ദേഹത്തിനാണെങ്കിൽ അത് കളിക്കണമെങ്കിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് സൈൻ ചെയ്യപ്പെടണം. റിയൽ മാഡ്രിഡിലേക്കും ഇന്റർ മിലാനിലേക്കും ചെൽസിയിലേക്കൊന്നും സൈൻ ചെയ്യാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. പക്ഷെ അൽ അഹ്ലി ഉണ്ട്, അൽ ഐൻ ഉണ്ട്, ഒരുപാട് ബ്രസീലിയൻ ക്ലബ്സ് ഉണ്ട്, ഇന്റർ മിയാമി ഉണ്ട്. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് റൊണാൾഡോ ചാടുകയാണെങ്കിൽ, സൈൻ ചെയ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാം. ഇന്റർ മിയാമിയേക്ക് സൈൻ ചെയ്യപ്പെടാനുള്ള ചാൻസുകളൊന്നും കാണുന്നില്ല. അദ്ദേഹം ഇന്റർ മിയാമി തമ്മിലുള്ള ഒരു കോൺവെർസേഷനും ഇതുവരെ നടന്നിട്ടില്ല. മേ ബി ആ ഒരു ചാൻസുകൾ വളരെ കുറവാണ്. പക്ഷെ മറ്റുള്ള ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് അദ്ദേഹം സൈൻ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, എനിവേ വീഡിയോ അവസാനിപ്പിക്കുന്നു. റൊണാൾഡോ ഏത് ക്ലബിലേക്ക് സൈൻ ചെയ്യപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ, സ്കോറർസ് മാൻ.